അപ്പോഴേ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ? ഈ 2 ദിവസം മുമ്പ് 3-4 കരിമീൻ ചെമ്മീൻ കെട്ടിന്ന് പിടിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ വെട്ടി നീറ്റാക്കി വെച്ചിരുന്നു. ഇന്നാണത് എടുത്തത്. ഞാനിത് ഇന്ന് വിനാഗിരി ഇട്ട് തിളപ്പിച്ചു. അപ്പോൾ ഒരു വലിയ മീനും ഒരു 3-4 ചെറുതും ഉണ്ടായി. അപ്പോൾ വലിയ മീനിൻ്റെ ഒരു കഷ്ണം തല മീനാട്ടെ, തലയാണ് എനിക്കിഷ്ടം കഴിക്കാൻ. അപ്പോൾ തല ഒരു കഷ്ണം എടുക്കാം. അല്പം ചാറും എടുക്കാം. പിന്നെ പള്ളത്തി വറുത്താണ് കേട്ടോ. പള്ളത്തി ഉണ്ടായി മീനിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ ഒരു 10-20 പള്ളത്തി ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അല്പം പള്ളത്തി വറുത്തതുണ്ട്. അപ്പോൾ അതെടുക്കാം. സൂപ്പറാണ് കേട്ടോ. ഒന്നുമല്ല പള്ളത്തി വറുത്തതിൻ്റെ മുന്നിൽ കേട്ടോ. പള്ളത്തി വറുത്തതിൻ്റെ ടേസ്റ്റൊക്കെ അറിഞ്ഞിട്ടുണ്ടോ നിങ്ങൾ? പള്ളത്തി വറുത്തത് മതി. പിന്നെ എൻ്റെ സ്ഥിരം പല്ലവിയാണ് കേട്ടോ മാങ്ങാച്ചാർ. അത് വേണം, 2 കഷ്ണം വേണം. അപ്പോൾ 2 കഷ്ണം നമ്മുടെ മാങ്ങ അച്ചാറും കൂടി എടുക്കാം. ഇതാണ് ഞങ്ങളുടെ ഉച്ചക്കത്തെ സ്പെഷ്യൽ കേട്ടോ. ഇപ്പോൾ കറിയൊന്നും കാശ് കൊടുത്ത് മേടിച്ചില്ല, എല്ലാം ഇവിടത്തെയൊക്കെ തന്നെ. അപ്പോൾ നിങ്ങളൊക്കെ കഴിച്ചോ എല്ലാവരും? അപ്പോൾ എല്ലാവർക്കും ബായ്. അപ്പോഴേ ഇന്ന് ഉച്ചക്കത്തെ ഊണിൻ്റെ സ്പെഷ്യൽ എന്താണെന്നറിയാമോ? ഇത് ചെമ്മീൻ കെട്ടിന്ന് പിടിച്ച കരിമീനാണ് കേട്ടോ. ഒരു വലിയ കരിമീനുണ്ടായി, അത് ഞാൻ 3 കഷ്ണമാക്കി. പിന്നെ ഒരു 3-4 ചെറിയ മീനുണ്ടായി. എല്ലാം കൂടി ഞാൻ വിനാഗിരി ഇട്ട് തിളപ്പിച്ച കറിയാണ് കേട്ടോ ഇത്. ഇപ്പോൾ ടേസ്റ്റ് എല്ലാം ഒരു മീനിന് നല്ല നെയ്യും ഉണ്ടായിരുന്നു. വലിയ കരിമീനിന് നല്ല നെയ്യായിരുന്നു. അപ്പോൾ അങ്ങനെ വെച്ച കറിയാണിത്, തിളപ്പിച്ച കറിയാണിത്. ഇപ്പോൾ ഇവിടെ എല്ലാവർക്കും തിളപ്പിക്കണതാണ് ഇഷ്ടം, എനിക്ക് ഒഴിച്ചേട്ടാ. എനിക്ക് മാങ്ങയിട്ടൊക്കെ വെക്കണതാണ് ഇഷ്ടം. പക്ഷേ ഇവിടെ അപ്പനും മോനൊക്കെ തിളപ്പിക്കണം. അപ്പോൾ വിനാഗിരിയാണ് ഒഴിച്ചത്, തക്കാളിക്ക് പകരം അല്പം വിനാഗിരി ഇട്ട് വെച്ച് റെഡിയാക്കിയ കറിയാണിത്. കൂടാതെ മീനിൻ്റെ കൂട്ടത്തിൽ 5-8 പള്ളത്തിയും കെട്ടി കേട്ടോ. 8 അല്ല, 10-20ഓളം പള്ളത്തി ഉണ്ട് ഇത്. അപ്പോൾ അത് ഞാൻ വെട്ടി തേച്ച് കഴുകി വറുത്തെടുത്തു പച്ചനെ തന്നെ. ആ കറിയും ഉണ്ട് ഇന്ന് കൂട്ടത്തിൽ. അപ്പോൾ പച്ചപ്പള്ളത്തി വറുത്ത് എടുക്കണമെന്ന് പറഞ്ഞാൽ ടേസ്റ്റൊന്ന് വേറെ തന്നെയാണ് കേട്ടോ. നന്നായിട്ട് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് വറുക്കാനായിട്ട്.